നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടുനെല്ലിക്കയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. കാട്ടുനെല്ലിക്കയുടെ ഗുണത്തിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം. വളരെ ഗുണമുള്ള ഒരു കായാണ് കാട്ടുനെല്ലിക്ക. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ കാട്ടുനെല്ലിക്ക അച്ചാറുമായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ആ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള കാട്ടുനെല്ലിക്ക ഞാനിവിടെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 എണ്ണമാണ് റെഡിയാക്കുന്നത്. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ടൊന്ന് തുടച്ചു വെക്കാം. അപ്പൊ അതിന്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ഈ നെല്ലിക്കേനെ ഒന്ന് അവിച്ചെടുക്കണം. അത് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് ബോയിൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അപ്പൊ നല്ല രീതിയിൽ അതൊന്ന് കുക്ക്ഡായി വരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. പിന്നെ അച്ചാറിനും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പൊ 5 മിനിറ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇപ്പൊ തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം. ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഓരോന്നും ഇങ്ങനെ ഇളകിയിരിക്കുന്നുണ്ട്, വിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പച്ചയ്ക്ക് കട്ട് ചെയ്യുന്നതിനും നല്ലത് ഇങ്ങനെ കുക്കായതിനു ശേഷം കട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതൊന്ന് തണുത്തതിനു ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കാട്ടുനെല്ലിക്ക് നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി എടുക്കാം. ആ കട്ടായിരിക്കുന്ന ആ ഒരു പാർട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ തൊട്ട് ഇളക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി, അതിങ്ങനെ പീസായിട്ട് ഇളകി വരും. അപ്പൊ അത് അത്രയും ഈസിയാണ്. അതേസമയം പച്ചയ്ക്ക് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും. അങ്ങനെ പച്ചയ്ക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് വാട്ടിയാണ് അതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അതിൽ നിന്നും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ കാട്ടുനെല്ലിക്കേനെയും ഇങ്ങനെ പീസസ് ആക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ കുരു മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അച്ചാർ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ബോയിൽ ചെയ്ത ആ ഒരു വെള്ളം അതിനെ നമ്മൾ കളയണ്ട, അതും കൂടി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പൊ കാരണം കാട്ടുനെല്ലിക്ക ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിന്റെ കുറച്ച് ജ്യൂസും കൂടി ആ വെള്ളത്തിലോട്ട് വീഴുന്നതാണ്. അപ്പൊ ആ വെള്ളം കൂടി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അച്ചാറിലേക്ക്. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതുപോലെ തന്നെ അച്ചാറിന് ആവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം. അത് കുറച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരണം എടുക്കണം. അതുപോലെ പച്ചമുളക്. ഞാനിവിടെ വെളുത്തുള്ളി ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു പോട് വെളുത്തുള്ളി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അച്ചാറിനൊക്കെ എപ്പോഴും നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ് തരുന്നത്. ഇപ്പം നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓയിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കണക്കാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ചൂടായതിനു ശേഷം ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടി ഒന്ന് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണമൊക്കെ മാറി വാടി ഒരു വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയൊരു മഞ്ഞ കളറായിട്ട് മാറുന്ന ആ ഒരു ടൈം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്ന. കുറച്ച് കളർ, എപ്പോഴും അച്ചാറിനൊക്കെ കളർ കിട്ടാൻ കാശ്മീരി മുളക് പൊടി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം അത് ചേർക്കാനായിട്ട്. ഇതിവിടെ ഞാൻ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനെ കൂടി നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം, മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴും ഒരു മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ അതിൻ്റെ പച്ചമണം മാറുള്ളൂ. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. കായപ്പൊടി ചേർക്കുന്നത് ശ്രദ്ധിക്കണം. ഇൻസ്റ്റന്റ് കായപ്പൊടി ആണെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പൊടി അല്ലാത്ത കട്ടി കായമാണെങ്കിൽ നമ്മൾ വളരെ കുറച്ചേ ചേർക്കാവൂ. കൂടിപ്പോയാൽ പിന്നെ അതിനൊരു കശപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ആണ്, കാരണം കട്ടിക്കായം പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്.
ഇപ്പം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇവിടെ എനിക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഞാൻ തിളപ്പിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അതിൽ അര ഗ്ലാസ് നമ്മളിവിടെ നെല്ലിക്ക അവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ നെല്ലിക്ക ബോയിൽ ചെയ്തപ്പോൾ അതിൽ ഒഴിച്ചിരുന്ന ആ വെള്ളമാണ്. അതെനിക്കൊരു അര ഗ്ലാസ്സേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കി ഞാനിവിടെ നമ്മുടെ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്താണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ ഈ കൂട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1/2 കപ്പ് വിനീഗറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം വേണം ചേർക്കാൻ. പക്ഷേ വിനീഗർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പ് രസമൊന്നും വരത്തില്ല. മാത്രമല്ല ഈ അച്ചാർ കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഞാൻ വിനീഗർ ചേർക്കുന്നത്. ആ വിനീഗറും കൂടി ചേർത്ത് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ നെല്ലിക്കയുടെ എല്ലാ സൈഡിലും എല്ലായിടത്തും ഈ ഒരു മിക്സ് കൂടി വരാനായിട്ട് ചേർന്ന് വരണം. അതിനുശേഷം 2 മിനിറ്റ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, അതിൽ കൂടുതൽ കുക്ക് ചെയ്യണ്ട. കാരണം ഇത് കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയാണ് 2 മിനിറ്റ് കുക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനാണ്. ഇതൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ലൊരു മണവും നല്ല ടേസ്റ്റും വരുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇത് തണുക്കാനായിട്ട് വെച്ചേക്കാം. തണുക്കാനായിട്ട് വെക്കുമ്പോൾ ഇപ്പം ഈ കാണുന്ന ഈ ഒരു ജ്യൂസ്, ആ ഗ്രേവിയൊക്കെ ആ അച്ചാറിലോട്ട് ശരിക്കങ്ങ് ഊറിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. അതപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റിനിരിക്കും. അതിനുശേഷം നമുക്കിത് ഒരു ജാറിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ തണുത്ത് സെറ്റായി ഇരിപ്പുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം അതങ്ങ് ഊറിപ്പിടിച്ച് കുറച്ച് ഡ്രൈ ആയി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റാം. ഇപ്പം തന്നെ അത് സെർവ് ചെയ്തും തുടങ്ങാം. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു അച്ചാർ റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ വീഡിയോ മറ്റുള്ളവരിലേക്കും റെസിപ്പി എത്തുകയുള്ളൂ. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.